ലോക ചാപ്റ്റർ 1 ഗ്രാൻഡ് സക്സസിന് ശേഷം ലോക ചാപ്റ്റർ 2 അനൗൺസ്മെൻറ്റ് വന്നിരിക്കുകയാണ്. ഇത്ര പെട്ടെന്ന് ഇത് അനൗൺസ് ചെയ്ത എൻറ്റയർ ടീമിന്, എസ്പെഷ്യലി ദുൽഖർ സൽമാൻ, മാൻ താങ്ക്സ് എ ലോട്ട്. കാരണം സാധാരണ രീതിയിൽ ഇപ്പോൾ ചാപ്റ്റർ 1 ഇത്ര സക്സസ് ആയതാണല്ലോ, ഇപ്പോഴും കണ്ടിന്യൂസ്ലി ഓടിക്കൊണ്ടിരിക്കുക. സക്സസ്ഫുൾ റണ്ണാണ്. ഏകദേശം ഒരു 300+ crore കളക്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റിൽ തിയേറ്റേഴ്സിലുണ്ട് പടം. അപ്പം അങ്ങനത്തെ ഒരു സമയത്ത് ചാപ്റ്റർ 2 ഒരു അനൗൺസ്മെൻറ്റ് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ദിസ് ഈസ് ക്വിക്ക്, ഫാസ്റ്റ്, അടിപൊളി, മിന്നലടിച്ച പോലെ ആയിപ്പോയി. അതും വെൻ ലെജൻഡ്സ് ചില്ലെന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രെയിമിൽ ടൊവിനോയും ദുൽഖറും കൂടി ഞാൻ ഈ ഇരുത്തത്തിലുണ്ട് എല്ലാം. അതായത് ടൊവിനോയുടെ ചാത്തൻ ക്യാരക്ടർ ഒരുമാതിരി ഒരു ഫണ്ണി, കുറച്ചിങ്ങനെ ക്രാക്ക് ആയിട്ടുള്ളൊരു ക്യാരക്ടറും, ഒടിയൻ നമ്മുടെ ചാർലി ദുൽഖർ ചെയ്യുന്ന ക്യാരക്ടർ കുറച്ച് റഫ് ആൻഡ് ടഫ് സാധനം എന്നുള്ളത് ഇത് തന്നെ മനസ്സിലാവുന്നുണ്ട്. സോ മൈക്കൽ വേഴ്സസ് ചാർലി, ഒരു ലുക്ക് തന്നെ വേറെ ലെവൽ. എനിക്ക് തോന്നുന്നത് പടം ഷൂട്ട് ചെയ്ത് ലോക ചാപ്റ്റർ 1 ഷൂട്ട് ചെയ്ത ടൈമിൽ തന്നെയാണ് അവരിത് ഷൂട്ട് ചെയ്ത് വെച്ചത് തോന്നുന്നു. ബിക്കോസ് അവർക്ക് ഓൾറെഡി അറിയാമായിരിക്കും ഇത് ഗ്രാൻഡ് സക്സസ് ആവുന്നുള്ളത്. അവർ അത്രയും കോൺഫിഡൻ്റ് ആയിരുന്നു തോന്നുന്നു. വേറെ ലെവൽ ഐറ്റമാണ്. എനിക്ക് കണ്ടിട്ട് ഇനി ബാക്കി പറയാം. എടോ, എന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് വിളിക്കടോ. എപ്പോഴും വേണ്ട, വല്ലപ്പോഴും. ഒരു 50 കൊല്ലം കൂടുമ്പോഴോ 100 കൊല്ലം കൂടുമ്പോഴോ. അതെ, ഒരു 50-100 കൊല്ലം കൂടുമ്പോൾ വിളി. താല്പര്യമില്ല. അതെന്താ? നീ ഒരു ബോറനായതുകൊണ്ട്. അതെ, ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ ദുൽഖറിൻ്റെ ക്യാരക്ടർ റഫ് ആൻഡ് ടഫ് സാധനമാണ്. ഒടിയൻ ഒരു റഫ് ആൻഡ് ടഫ് സാധനമാണ്. അപ്പോൾ ചന്ദ്ര, അതായത് നമ്മുടെ കല്ലിങ്കാട്ട് നീലി ചാപ്റ്റർ 1, ചാപ്റ്റർ 2, ചാപ്റ്റർ 3, ചാപ്റ്റർ 4 എന്നൊക്കെ പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒടിയൻ്റെ ക്യാരക്ടർ റിവീൽ ആവും. ഇതിനൊക്കെ സ്റ്റാൻഡ് അലോൺ വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ചാപ്റ്റർ 2 കള്ളു കുടിച്ചാൽ ആരും ബോറൻ. ഞാൻ ബോറൻ, താനാണോ ബോറൻ? ഞാൻ പറഞ്ഞ പിന്നെ മിസ്റ്റർ, ഈ കള്ളുകൂടി ഞങ്ങളെ ചാത്തന്മാരുടെ ഒരു ബേസിക് ട്രീറ്റ് ആണ്. ഓഹോ, ഞാൻ മാത്രമല്ല, എന്റെ 389 ബ്രദേഴ്സും ക്രോണിക് ആൽക്കഹോളിക്സാണ്. ആഹാ, അത് നമ്മൾ ഈ ചാത്തൻ പരിപാടികൾക്കൊക്കെ, ഈ വീട്ടിലൊക്കെ ചാത്തന് മറ്റേ കുരുതി കൊടുക്കാനുള്ള പരിപാടിക്കൊക്കെ ഉണ്ടാവുമല്ലോ, അതിനൊക്കെ ഈ കോഴി കള്ള് ഇത് ഇങ്ങനെയാണ്. ഇത് മലയാളികളായിട്ട് ഇവർ കണക്ട് ചെയ്യുന്നതിൻ്റെ ഞാൻ ആലോചിക്കും. ഇതാണ് ഈ സിനിമയുടെ സക്സസ്. ദിസ് ഈസ് ദ സക്സസ്. കള്ള് കുടിച്ചാൽ ചാത്തൻ ഫണ്ണാണ്. നമ്മൾ കണ്ടിട്ടുള്ള പല ചാത്തന്മാരും ഫൺ തന്നെയാണ്. കുട്ടിച്ചാത്തന്മാരൊക്കെ ഫണ്ണാണല്ലോ. നമുക്കത്ര ക്രൂരനായ ചാത്തന്മാർ കുറച്ച് കുറവാണ്. ചാത്തൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ഈ പറഞ്ഞ പൊട്ടിത്തെറി അങ്ങനത്തെ തെമ്മാടുത്തരയിലുള്ള ആളുകളാണ് ചാത്തന്മാർ. 389 ചാത്തന്മാരുടെ ഊഹ്, എജാതായിട്ട്. ഇത് എനിക്ക് നമ്മുടെ ലോക്കി ആൻഡ് ലോക്കി വേരിയൻസ് ആ സ്കീമായിട്ടാണ് എനിക്കിത് കണക്ട് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. ഇത് നമ്മളെ ദേശി ലോക്കിയാണ് നമുക്ക് ഈ കിട്ടിയ ചാത്തൻ എന്നാണ് പറയാനുള്ളത്. എന്തൊക്കെ കാണണ്ടേരും ഇനി. മാർവൽ കണ്ട് നടന്നിട്ട് ഇപ്പം നമുക്കൊരു ദേശി ഐറ്റം കിട്ടുമ്പോഴല്ലോ സത്യത്തിൽ രോമാഞ്ചാണ്. കള്ളുകുടിച്ചാൽ ഞങ്ങൾ ഭയങ്കര കോപ്പാണ്. ഇയാളൊരു മാതിരി എന്തിനാണ് അത്ര ബലം പിടിക്കുന്നത്? ബുക്കാ ബുക്ക് ദേ ലിവ് എമംഗ് അസ്. ആഹാ, ഈ ബുക്ക് വരെ ഇറക്കുമോ ലോക്കയുടെ ടീം? ദേ ലിവ് എമംഗ് അസ്. ഇത് നമുക്ക് ചാപ്റ്ററിൽ കണ്ടതാണ്. ചാപ്റ്റർ 1 ചാപ്റ്റർ വൈസ് ആണ് വരാൻ പോണെന്നുള്ളത് ഏകദേശം നമുക്കറിയാം. കാരണം ഒരാളിതിങ്ങനെ പ്രിപ്പയർ ചെയ്ത് നിൽക്കുന്നുണ്ടല്ലോ. ഇനി പടം ഓടണോണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. കളിയങ്കാട്ട് നീലി ചന്ദ്ര ലവ്വാണല്ലോ വരുന്നുണ്ടല്ലോ. തന്റെ അഭിപ്രായം വായിച്ചായിരുന്നു. ഒരു കാര്യം ചോദിക്കട്ടെ, ഹിറ്റ്ലറിനെ തട്ടിയത് താനല്ലടോ? അതാ വർഷം കണക്കാക്കാനാണ്. 1500. എന്റെ ചേട്ടൻ പുറത്തിറങ്ങിയിട്ടുണ്ട്, അറിഞ്ഞായിരുന്നോ? എത്ര ഫണ്ണല്ല. ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എത്തിച്ചാ ചേട്ടൻ പുറത്തിറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ ആ ഒരു ഭ്രമയുഗത്തിലൊക്കെ ഉള്ള സാധനല്ലേ, ഒരു കാന്താര ഫീൽഡിലൊക്കെ ഉള്ള ഒരു BGM. അത് ഈ ചാത്തൻ ഫണ്ണ്, ഇത് ഫണ്ണി ചാത്തൻ. നിങ്ങൾ എൻ്റെ ഏട്ടൻ പുറത്തിറങ്ങിയിട്ട് പറയുമ്പോൾ വേറെ ചാത്തൻ 389 ഏറ്റവും പവർഫുൾ ചാത്തന വന്നുള്ളൂ. ആ ചാത്തന വെച്ച BGM ആണത്. ഒയ്യടാ, ബ്രില്യൻസ്. വയലന്റ് ആണ്. മൂത്തോൻ എനിക്ക് പേടിയൊന്നുമില്ല, എന്നാലും ചേട്ടനല്ലേ, എന്തെങ്കിലും സഹായം ആവശ്യം വന്നാൽ വിളിക്കും. വരും തോന്നണില്ല. വരുമോ? ഇയാളൊരു കൂട്ടം ജാടയാണ്. വരാന്ന് പറയടോ.
അതെ കണ്ടാ ബിൽഡ് കണ്ടാ 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 പ്രശ്നത്തിൽ ഞാൻ പറയുന്നത് ബ്രോ. കണ്ടാ 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 ആ ചാത്തന് വെച്ചിട്ടുള്ളതാണോ അവനൊരു ഭ്രാന്തനാണ്. അതായത് ആ ചാത്തൻ അതായത് ടൊവിനോ വേഴ്സസ് ടൊവിനോ, ലോക്കി വേഴ്സസ് ലോക്കി എന്ന് പറഞ്ഞ സാധനം കണ്ടിട്ടുണ്ടല്ലോ നമ്മൾ, സെയിം അത് തന്നെ ആയിരിക്കും. ടൊവിനോ വേഴ്സസ് ടൊവിനോ, ടൊവിനോയുടെ ചാത്തൻ വേഴ്സസ് 389 ചാത്തൻസിൽ ഈ ചാത്തനും ആ ചാത്തൻ. ദിസ് ഈസ് ഫൺ ചാത്തൻ, ദാറ്റ് ഈസ് എക്സ്ട്രീംലി വയലൻസ് ചാത്തനായിരിക്കും ആ സാധനം. ആ ചാത്തനെ പറയുമ്പോൾ റെഫറൻസ് വെച്ച ബീജിയമാണ്. ഇങ്ങനത്തെ സാധനങ്ങളാണ് ഈ പടം കൊളത്തുന്നത്. നമ്മളൊക്കെ ഒരു കുടുംബമല്ലേ ബ്രോ? അല്ല ബ്രോ. ഇല്ല ബ്രോ. എനിക്കറിയാം എന്താ വരുമെന്ന്. ഇല്ലെങ്കിൽ ചാത്തന്മാര് തന്നെ കൊണ്ടുവരും. ഓ ഐക്കോണിക് ഡയലോഗ്, ചാത്തന്മാര് കൊണ്ടുവരും. ചാത്തന്മാര് കൊണ്ടുവരും, സുഖിയുള്ള സാധനം. നീ വിളിക്ക്, നമുക്ക് നോക്കാം. നീ വിളിക്കുക, നമുക്ക് നോക്കാം. അവൻ വരും, ചാത്തന്മാർ കൊണ്ടുവരും. ആദ്യം നോക്ക് ചാത്തൻ. ഇതാണ് ലാസ്റ്റ് കാണിച്ചത് ഓക്കേന്റെ ചാപ്റ്റർ 1 ലാസ്റ്റ്. ഓ ആടാ മോനെ തലരിഞ്ഞുപോയി. ആഹാ എത്ര നോക്ക്. ലൂക്ക ചാപ്റ്റർ 2 389 ചാത്തന്മാർ. 89 അല്ലേ? 89 അല്ലേ? 389 അല്ലേ? എന്തല്ലേ എജാതി ഐറ്റം. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല മലയാളത്തിൽ നിന്ന് ഇങ്ങനെ ഒരു ഐറ്റം വരുന്നുള്ളൂ അല്ലേ. 389 ചാത്തന്മാർ. അതും എങ്ങനെയായിരിക്കും? 389 എന്ന് പറയാൻ പറ്റില്ല. 388 89 ഈ ഇപ്പം കണ്ട ചാർലി ചാത്തൻ. ഇപ്പം ചാർലിയും നമ്മുടെ ഒടിയൻ മൈക്കിളും വേഴ്സസ് 388 ചാത്തന്മാർ. അതായിരിക്കും തോന്നുന്നു എനിക്ക്. ചാപ്റ്റർ 2 എന്മാതിരി വൈബ്. സ്നേഹം കണ്ടില്ലല്ലോ എപ്പോഴും ലോക്ക. അത് കണ്ടവർക്കേ അതിൻ്റെ ഒരു സാധനം ഹിറ്റുകളുണ്ടോ. കാരണം ഇതിൻ്റെ ഒരു ഇത് ചാപ്റ്റർ 2 വരുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഇങ്ങനത്തെ ഒരു അനൗൺസ്മെൻ്റ് ഒക്കെ കേൾക്കുമ്പോഴും കാണുമ്പോഴും നമുക്ക് വരുന്ന ഒരു ഗൂസ് ബംസ് ഉണ്ട്. അത് ലോക്ക തിയേറ്ററിൽ കണ്ട് അത് ഹിറ്റായവർക്ക് മാത്രമേ ആ സാധനം കിട്ടുള്ളൂ. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പായി, കള്ളിങ്ങാട്ടി നീലി ഒരു ചെറിയ കുട്ടിയാണ് ഈ യൂണിവേഴ്സിൽ. കുട്ടി വലുത് വരാതിരിക്കുന്നേ ഉള്ളൂ. ചാത്തൻ, ഒടിയൻ, മൂത്തോൻ കഴിഞ്ഞ് പിന്നെ ആര് വരുവിടെ കഴിഞ്ഞ്. ഒരു പവർഫുൾ വില്ലൻ വേണമല്ലോ അതിന്. ചാത്തൻ തന്നെ ആയിട്ട് കഴിഞ്ഞു വില്ലൻ. മാർവലിലൊക്കെ ഉള്ള പോലെ ഒരു ഭീകര വില്ലൻ വേണം അതിനകത്ത്. ഡ്രാക്കുളയോ അത് ശരി. അതായത് ഈ വാമ്പയർ കോൺസെപ്റ്റ് അത് ചന്ദ്ര ഐറ്റംസിലുണ്ട്, അത് അവിടെ ഉണ്ട്. പക്ഷേ എനിക്കറിയാൻ പാടില്ല. തളയ്ക്കാൻ ഓൾറെഡി ആളുണ്ടല്ലോ. തളയ്ക്കാൻ വരുന്ന ആളാണല്ലോ ഇതിൽ ഹെൽപ്പ് ചെയ്ത ആള്. കടമറ്റത്ത് കത്തനാറിൽ സ്റ്റോറി ലൈനും ഉണ്ടാവും. അല്ല ഇനി കത്തനാറ് സ്റ്റോറി ലൈനും ഉണ്ടാവും, അതറിയില്ല. എന്താണ് ഇവർക്കുള്ളൊരു മെയിൻ ഐറ്റം എന്താ പറയുക സ്നേഹം. ഇവർക്ക് ഇതിൽ സ്റ്റാൻഡ് ലോൺ ആർക്ക് കൊടുക്കാം? മൈക്കിളിൻ്റെ ക്യാരക്ടറിന് കൊടുക്കാം, സാത്തിന് കൊടുക്കാം, അത് ചാപ്റ്റർ 2. ചാർലി ഒടിയനും കൊടുക്കാം. മൂത്തോം വരും ഇനി അവഞ്ചേഴ്സിൻ്റെ മറ്റേ സാധനം പോലെ എല്ലാവരും കൂടി കൂടുന്ന പോലെ ഫൈനൽ ഡെസ്റ്റിനേഷൻ പോലൊരു സാധനം. ഫൈനൽ ഡെസ്റ്റിനേഷൻ ഇൻഫിനിറ്റി വാർ പോലൊരു സാധനം വരാം. അങ്ങനെ ഇതിനകത്ത് എന്ത് ചെയ്യാലോ ഇപ്പോൾ. ഇനി ഇതിനകത്ത് എത്ര ആളെ കാണിച്ചിട്ടുണ്ട്. കുറേ ആർട്ടിസ്റ്റിനെ നമ്മൾ ചാപ്റ്റർ 1 അവസാനം കാണിച്ചിട്ടുണ്ട് ഇവർ. അവരൊക്കെ ഇനി ഏതൊക്കെ ക്യാരക്ടറിൽ ആരൊക്കെ ആയിട്ട് വരും എന്നുള്ളതൊന്നും നമുക്ക് പറയാനും പറ്റില്ലല്ലോ. ഒരു രക്ഷയില്ല. എന്തായാലും ആ ബുക്കൊന്നും ഇറക്കിയെന്നെങ്കിൽ അത് ആദ്യം വായിച്ചത് അടിച്ചിരിക്കുന്നു. ദേ ലിവ് എലോങ് അസ് നമുക്ക് വായിക്കാൻ വേണ്ടിയിട്ടല്ലേ. ഒരു ഡിജിറ്റൽ കോപ്പി അല്ലെങ്കിൽ ഹാർഡ് കോപ്പി ഒക്കെ ഇറക്കിയെങ്കിൽ നമുക്ക് അങ്ങനെയാണല്ലോ മാർവലൊക്കെ. അങ്ങനെ DC മാർവൽ ബുക്ക് ഉണ്ടല്ലോ, അവിടെ ഇറക്കാനുള്ള സ്കീമൊക്കെ ഞാൻ കാണുന്നുണ്ട്. അനക്ക് ഏത് ക്യാരക്ടറിന് ഏറ്റവും ഇഷ്ടമായ സിനിമ കണ്ടത് വെച്ചിട്ട്? ഈ ആരെ ഫാനാ? ചന്ദ്രയുടെ ഫാനാണോ, മൈക്കിളിൻ്റെ ഫാനാണോ, ചാർലീൻ്റെ ഫാനാണോ? ഈ ഒടിയൻ്റെ ആളാ? ഇവിടെ ഒടിയൻ ഫാൻസ് ആയിട്ടോ കൂടുതൽ. ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, ഞാൻ മൂത്തോൻ്റെ ആളാണ്. വെയിറ്റിംഗ് ഫോർ മൂത്തോൻ. കയ്യും സൗണ്ടും മാത്രമേ കേട്ടുള്ളൂ. മമ്മൂക്കന്നെ ആയിരിക്കും മൂത്തവൻ. മോഹൻലാലിനും കൂടി ഇവരെങ്ങനെയെങ്കിലും ഈ യൂണിവേഴ്സിൽ ഈ ഒടിയൻ്റെ മൂത്ത ഒടിയൻ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് അല്ലേ. എന്തെങ്കിലും പറഞ്ഞിട്ടൊന്ന് മോഹൻലാലിനും കൂടി പിടിച്ചിട്ടിരുന്നെങ്കിൽ ഒരു ഒറ്റയടിക്ക് 1000-1500 കോടി മലയാളത്തുനിന്ന് ഒരു ഐറ്റം ഇങ്ങോട്ട് പോകുന്ന കിട്ടിയിരുന്നു. എന്തായാലും ഇതടിക്കും. ഇത് അനൗൺസ് ചെയ്തല്ലോ. ഇനിയിപ്പോൾ കാത്തിരിക്കാൻ വയ്യാത്തതുകൊണ്ട് പറയുകയാണ്, ദുൽഖർ സൽമാൻ ആൻഡ് ടീം അടുത്ത വർഷം ആദ്യം തന്നെ ഇത് ഞങ്ങൾക്ക് തന്നിരുന്നെങ്കിൽ അല്ലേ ഒരു സമാധാനമായിരുന്നു, സന്തോഷമായിരുന്നു.
ഇതിപ്പോൾ ഒരുമാതിരി മനുഷ്യനെ ഇത് കാത്തിരിപ്പിൻ്റെ ഒരു ഇതിക്ക് കൊണ്ടുപോയിട്ടാണ്. എനിക്ക് ഇതിൻ്റെ മുന്നേ എങ്ങനെ അടിച്ചത് ലോക്കിയാണ്, അത് കാണാനായിട്ട്. ഇപ്പോൾ ഇതിലേക്ക് മാറിയിട്ടുണ്ട്, ഷിഫ്റ്റ് ചെയ്തു. ഇതിപ്പോൾ മറ്റേ KGF കഴിഞ്ഞ് ചാപ്റ്റർ 1 ചാപ്റ്റർ 2 വെയിറ്റ് ചെയ്യണ പോലെ ചാപ്റ്റർ 3 പിന്നെ വെയിറ്റിംഗ് നിർത്തി. ഇനിയിപ്പോൾ ഇതാണ് ഇപ്പോൾ വെയിറ്റിംഗ്. ഇനിയിപ്പോൾ ഇത് എപ്പോൾ വരുമോ എന്താണെങ്കിൽ ഇത് തന്നതിൽ സന്തോഷം. ഇനിയും കൂടുതൽ അപ്ഡേറ്റ്സ് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുക. കാരണം 389 ചാത്തന്മാരല്ലോ, ഓരോ ചാത്തനെ അയച്ചു വിടും ഓരോ ദിവസം. ഓരോ ദിവസങ്ങൾ ഓരോ ചാത്തനെ അയച്ചു വിടണം പ്ലീസ്.